മരുതിനിട നടക്കും മങ്കമാർ കൂറകക്കും പെരിയ മല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിയ മുകിൽ വർണ്ണൻ പുള്ളിനെ ചുണ്ടുകീറി തൊടുപുഴ മരുവീടും ശ്രീകൃഷ്ണനെ കൈതൊഴുന്നേൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിഗോവിന്ദൻ നമ്പൂതിരി, പുതുമനയില്ലം, കാഞ്ഞങ്ങാട്. ഇന്ന് ഏകാദശി ഒരിക്കൽ എങ്ങനെ ലളിതമായി എടുക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ നമ്മൾക്ക് കഠിന വ്രതങ്ങളൊക്കെ എടുക്കാൻ പ്രയാസമുണ്ടായേക്കും. നമ്മൾക്ക് കർമ്മത്തിന് തന്നെയാണ് പ്രാധാന്യം. അധ്യാപക വൃത്തി ചെയ്യുന്നവർ, സർക്കാർ സേവനം ചെയ്യുന്നവർ, ഇവർക്കൊക്കെ കർമ്മത്തിന് തന്നെയാണ് പ്രാധാന്യം. ഇവർക്ക് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും കർമ്മത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഇടയിലും ഭഗവാനെ ഓർത്ത് നമുക്ക് ലളിതമായ രീതിയിൽ ഏകാദശി ഒരിക്കൽ എടുക്കാൻ പറ്റണം. ഇനി കഠിന വ്രതമായിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് ഉപവാസമായിട്ട് എടുക്കാം. ദശമിയുടെ അന്ന് രാത്രി ലഘുഭക്ഷണം കഴിക്കാം. ഏകാദശിയായിട്ട് ജലപാനം ഇല്ലാതെ എടുക്കാൻ പറ്റുന്നവർക്ക് ഏകാദശിയായിട്ട് ജലപാനം ഇല്ലാതെ ദ്വാദശിക്ക് പിറ്റേ ദിവസം, അതായത് നവംബർ 30 ദശമി രാത്രിയിൽ ലഘുഭക്ഷണം. പിന്നീട് ഏകാദശിയായിട്ട് അന്ന് ഉദയം തൊട്ട് പിറ്റേ ദിവസം ഉദയം വരെ, നമുക്ക് മലയാള പ്രകാരം ഒരു ദിവസം എന്ന് പറയുന്നത് ഉദയം തൊട്ട് ഉദയം വരെയാണ്. ഒരു ഉദയം തൊട്ട് പിറ്റേ ദിവസം ഉദയം വരെ, ഒരു രാത്രിയും പകലും മുഴുവനായിട്ട് വരുമ്പോൾ ഒരു ദിവസമാവുള്ളൂ. അപ്പം ആ ഏകാദശിക്ക് അങ്ങനെ ആ ഏകാദശി ദിവസം മുഴുവനായിട്ട് ഉപവാസം എടുത്ത് ദ്വാദശിയുടെ അന്ന് പാരണ വീട്ടി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി പാരണ വീട്ടി നിങ്ങൾക്ക് ഏകാദശി മുഴുമിപ്പിക്കാം. അതല്ലെങ്കിൽ ലളിതമായിട്ട് രീതിയിൽ ദശമിയായിട്ട് രാത്രിയിൽ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. ഏകാദശിയായിട്ട് നമ്മൾ പതിവ് ഭക്ഷണത്തിൽ നിന്ന് വ്യത്യാസമായിട്ട്, നമ്മൾ എന്നും അരി ഭക്ഷണമാണ് കഴിക്കണമെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഗോതമ്പോ ചെറുപയറോ എന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ കഴിക്കാം. രാത്രിയിലും രാവിലെയും അതുപോലെ പയറ് വർഗ്ഗങ്ങളോ പഴമോ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഒരിക്കലെടുക്കാം. തീർത്തും നല്ല വെള്ളം ധാരാളം കുടിക്കുക. വെള്ളത്തിൽ തുളസിയൊക്കെ ഇട്ടിട്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ആ ഒരിക്കൽ. അല്ലെങ്കിൽ നമ്മൾ കർമ്മത്തിൻ്റെ തിരക്കുകൾ പ്രവർത്തിക്കുന്നത്, ശരിക്കും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന വരാം. പിന്നെ അത് കുറേ നാൾ നീണ്ടു നിൽക്കാം, മാറാനൊക്കെ പ്രയാസമുണ്ടാകും. അപ്പോൾ നമ്മുടെ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എടുത്താൽ മതി. പിന്നീട് ദ്വാദശി 2-ാം തീയതി വിഷ്ണു ക്ഷേത്രത്തിൽ പാരണ വീട്ടിയിട്ട് അത് നമുക്ക് മുഴുമിപ്പിക്കാം. വിഷ്ണു ക്ഷേത്ര ദർശനം അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഗുരുവായൂർ ഏകാദശി കൃഷ്ണൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക ഏകാദശിയായിട്ട്. എന്നാൽ അവിടുത്തെ പൂജാതി കർമ്മങ്ങളിലെ അനുഷ്ഠാനങ്ങളിലെല്ലാം നിങ്ങൾ പങ്കുചേരുക. ഭഗവാനെ ഇഷ്ട നിവേദ്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ അങ്ങനെ ആ ഏകാദശി മുഴുമിപ്പിക്കാം. കർമ്മത്തിന് തന്നെയാണ് പ്രാധാന്യം. അങ്ങനെ ഒരു കഥയുണ്ട്. പണ്ട് നാരദർക്ക് ഇതുപോലെ, എനിക്കാണ് ഏറ്റവും ഭക്തി, സദാസമയം നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ, എപ്പോഴും ഭഗവാനെ ഓർക്കുന്നത് ഞാൻ തന്നെയല്ലേ എന്നൊരു ചെറിയൊരു അഹങ്കാരം വന്നപ്പോൾ വൈകുണ്ഠത്തിൽ ചെന്നു. ആ വൈകുണ്ഠത്തിൽ ചെന്ന് നാരദർ മഹാവിഷ്ണുവിനോട് തന്നെ, ഭഗവാനോട് തന്നെ ചോദിച്ചു, എനിക്കിങ്ങനെ ഇല്ലേ, ഞാനല്ലേ ഏറ്റവും കൂടുതൽ സദാ നാരായണ ജപിക്കുന്നത്, ഞാനല്ലേ ഏറ്റവും വലിയ ഭക്തൻ അങ്ങയുടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെയും കൂട്ടി ഭൂമിയിലേക്ക് വന്നു എന്നാണ്. ഭൂമിയിൽ വന്ന് ഒരു വലിയ സമ്പന്നതയൊന്നുമില്ലാത്ത ഒരു കർഷകൻ്റെ അടുത്തേക്ക് ചെന്നു. സന്ധ്യയാവുമ്പോൾ ചെന്നു. 2 പേരും വേഷം മാറി ചെന്നു. എൻ്റെ കൂടെ വരിക, പറഞ്ഞതെല്ലാം കേൾക്കുക, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ചെന്ന് സന്ധ്യയൊക്കെ കുളിച്ചു, ജപിച്ചു. അവിടേക്ക് കിടക്കാനുള്ള സൗകര്യം, രാത്രി ഭക്ഷണം. അപ്പം ആ കർഷകന് സമ്പത്തൊന്നുമില്ല, വളരെ കുറച്ച് ഇങ്ങനെ കൃഷി ചെയ്ത് കിട്ടുന്നതിന് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. കർഷകനും ഭാര്യയും അവരുടെ 3 മക്കളും, അങ്ങനെ 5 പേര് കൂടിയൊരു അദ്ദേഹത്തിൻ്റെ ആ 5 പേര് കൂടിയൊരു ഭവനാണത്. അപ്പോൾ
ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ അവർക്ക് ഉള്ള ഭക്ഷണത്തിൽ നിന്ന് അവർ പകുത്തു നൽകി ഇവർക്ക്. അപ്പോൾ അവർക്ക് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കുറഞ്ഞു, അവരൊക്കെ കരയുന്നതൊക്കെ ഭഗവാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നാരദർ. അപ്പോൾ നാരദൻ പറഞ്ഞു, ഇതൊന്നും നിസാരാണ്, ഞാൻ എത്രയോ പ്രാവശ്യം ഭക്ഷണം ഇല്ലാണ്ടാണ് നടക്കുന്നത്, അങ്ങേക്ക് ഉള്ള ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് നടക്കുന്നില്ലേ? ആ ശരി, ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. രാത്രി കിടക്കുമ്പോഴും ആ കർഷകൻ നാമം ജപിക്കുന്നുണ്ട്. വിശന്നിട്ടിരുന്നു, ഭക്ഷണം കുറഞ്ഞപ്പോഴും ദേഷ്യമൊന്നും വരണില്ല, അദ്ദേഹം ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോഴേക്കും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. വരുമ്പോഴേക്കും കർഷകൻ അതിൽ നേരത്തെ എഴുന്നേറ്റു. അദ്ദേഹം ആ പശുക്കളെയൊക്കെ കുളിപ്പിച്ച് അതിന് പാലൊക്കെ കറന്ന് പുല്ലൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിലൊക്കെ ഈ കർഷകൻ ഇങ്ങനെ നാമജപം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഗോവിന്ദാഹരി, ഇങ്ങനെ കേശവ മാധവ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യണത്. ഇത് കണ്ടില്ലേ? അപ്പോൾ നാരദർ പറഞ്ഞു, അതിലെന്താ കാര്യം, ഞാൻ എപ്പോഴും നാരായണനല്ലേ ജപിക്കണം, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പോകുമ്പോഴൊക്കെ ഞാൻ നാരായണൻ ജപിക്കണില്ലേ? ശരി, ഭഗവാൻ അങ്ങനെ അദ്ദേഹത്തും കൂട്ടി അങ്ങനെ നടന്നു. അവർ പാടത്തൂടെ നടന്ന് കുറേ ദൂരം എത്തി, ഒരു വലിയൊരു മലയുടെ ചുവട്ടിലെത്തി. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവിടെ ഒരു കുടം, ആ കുടത്തിൽ നിറച്ചിങ്ങനെ വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ വെച്ചു. ഈ ഒരു കുടം ഇത് തലയിൽ വെച്ചിട്ട് ഈ നാരദർക്ക് ഇത് മുഴുവൻ ഇങ്ങനെ മലയൊന്ന് ചുറ്റി വരാൻ പറ്റുമോ? ഭഗവാൻ ചോദിച്ചപ്പോൾ, ഓ അതെന്താ, ഞാൻ ചെയ്യാലോ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് സാധിക്കും. അപ്പോൾ ഈ കുടം എടുത്ത് തലയിൽ വെച്ചു. ആ തലയിൽ വെച്ചിട്ട് അങ്ങനെ മലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് വന്നു. ആ പ്രദക്ഷിണം വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇപ്പം എത്ര പ്രാവശ്യം നാരദൻ എന്നെ വിളിച്ചു? അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു അബദ്ധം മനസ്സിലായത്, ഞാൻ ജീവിച്ചിട്ടില്ല. അപ്പോൾ ആ കർഷകൻ എത്ര ഭക്തിയുണ്ട്, സദാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വിശപ്പുണ്ടാകുമ്പോഴും അദ്ദേഹം ആ ഭഗവത് ഭക്തി ഒട്ടും മറന്നില്ല. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അതേസമയം നാമജപം നടത്തുന്നു. അപ്പോൾ ആ കർഷകൻ എത്ര ഭേദമാണ്. അപ്പോൾ അദ്ദേഹത്തിനല്ലേ ഭക്തി കൂടുതൽ. അപ്പം നാരദന് തൻ്റെ ആ തെറ്റ് മനസ്സിലായി. അപ്പോൾ ഭഗവാനെ വേഗം തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിച്ചു. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്തും ഭഗവാനെ സ്മരിക്കുന്നത് തന്നെയാണ് ഭഗവാന് പ്രാധാന്യം. നമ്മൾക്ക് ഭഗവാൻ തന്നെ ഉത്തരവാദിത്തങ്ങളാണ് ഇതെല്ലാം. അതായത് നമുക്ക് തരുന്ന ജോലിയാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും ഇതെല്ലാം ഭഗവാൻ നമുക്ക് തന്നേക്കുന്നതാണ്. അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് കർമ്മത്തിനാണ് പ്രാധാന്യം, ഉത്തരവാദിത്തങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. ഭഗവത്ഗീതയിൽ അർജുനനെയും ഭഗവാൻ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലളിതമായ രീതിയിൽ ഏകാദശി ഒരിക്കലെടുക്കാം. അപ്പോൾ ഒരിക്കലെടുക്കുക, ദശമിയുടെ അന്ന് രാത്രി ലഘുഭക്ഷണം കഴിക്കുക, ഏകാദശിയായി രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ വേണ്ടുന്ന വഴിപാടുകളൊക്കെ കഴിച്ച് അവിടുന്ന് പ്രസാദങ്ങളൊക്കെ അവിടെയൊക്കെ തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങാം. എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം, ശരീരത്തിന് തളർച്ച വരാതെ. ഉച്ചയ്ക്ക് എന്തെങ്കിലും അരിഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്നില്ലേ, അപ്പോൾ നമുക്ക് ഗോതമ്പോ എന്തെങ്കിലും ചെറുപയറോ എന്തെങ്കിലും കഴിക്കാം. രാത്രിയിലും അതുപോലെ എന്തെങ്കിലും ലളിതമായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളും കഴിച്ച് സദാ നാരായണ മന്ത്രം ജപിക്കാം. കർമ്മത്തിന് വ്യാപനം, ഉത്തരവാദിത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ ദ്വാദശിയായിട്ടും രാവിലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദക്ഷിണയൊക്കെ ചെയ്ത് അവിടുന്ന് പാരണം സ്വീകരിച്ച് ആ ഏകാദശി നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ശരീരത്തിൽ എനർജി വേണം, ഭക്ഷണം വേണം, അവിടെ ഉപ്പും മധുരവും എല്ലാം വേണം നമുക്ക്. എന്നാലേ തലച്ചോറ് ബുദ്ധി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ മധുരം വേണം ശരീരത്തിൽ. ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കുന്ന സമയത്ത് അതിന് പ്രവർത്തിക്കാൻ മധുരത്തിൻ്റെ കുറവ് ശരീരത്തിൽ നിന്നാൽ ഷുഗർ ഡൗൺ ആവും. അപ്പോൾ നമുക്ക് ശരീരം വിറയ്ക്കും, പ്രയാസമാവും, ചിലപ്പോൾ നമുക്ക് സഡനായിട്ടുള്ള ദോഷങ്ങൾ വരും, തലകറങ്ങി വീഴാം. എന്തിനും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ നിങ്ങളിൽ എന്നും സംപ്രീതനാണ്, എപ്പോഴും ഇഷ്ടസ്ഥനാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കർമ്മത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുക, അതോട് കൂടിയിട്ട് ഭക്തിയെയും കൂടി കൊണ്ടുപോകണം. എപ്പോഴും നിങ്ങൾക്ക് ഈശ്വരാധീനം നന്നായിട്ടുണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൽ വരും. അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടിയും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.